ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ അത്ഭുതങ്ങൾ. ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച. ഈ പുതിയ മാസത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഓരോരുത്തരിലും സംഭവിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹങ്ങളുടെയും ആശീർവാദങ്ങളുടെയും സമൃദ്ധി ഈ മാസത്തിൻ്റെ ആരംഭ ദിനങ്ങൾ മുതൽ അവസാന ദിവസം വരെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ബോധ്യങ്ങൾ: 1, വാതിൽ എന്നൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നു. 2, താക്കോൽ എന്ന ഒരു വാക്കും എൻ്റെ ഹൃദയത്തിൽ വന്നു. 3, വെല്ലുവിളികൾ എന്ന ഒരു ശബ്ദവും ഞാൻ കേൾക്കുകയുണ്ടായി. ഓഗസ്റ്റ് മാസത്തിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ പക്കൽ താക്കോലുകൾ ലഭിക്കുവാൻ പോകുന്നു. എന്നാൽ മറന്നു പോകരുത്, ഓഗസ്റ്റ് മാസത്തിൽ ചില വെല്ലുവിളികളും വരുവാൻ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 16 അധ്യായം 8-9 വാക്യങ്ങൾ. എഫെസോസിൽ പൗലോസ് പറയുകയാണ്, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായതിൻ്റെ നടുവിലും തളർന്നു പോകാതെ പൗലോസ് പറയുന്നു, എഫെസോസിൽ ആരൊക്കെ എനിക്കെതിരെ എഴുന്നേറ്റാലും ഞാൻ പെന്തക്കോസ്ത് വരെ ഇവിടെ പറക്കാൻ പോവുകയാണ്. അങ്ങനെ ഇവിടുന്ന് പേടിച്ചൊന്നും ഓടിപ്പോകാൻ ഞാൻ തയ്യാറല്ല. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. 9 വാക്യത്തിൽ എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലർ ഉണ്ട്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഏത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. അതിന് പ്രാധാന്യം കൊടുക്കുക. എതിരാളികളും പലർ ഉണ്ട്. ആ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കിക്കോണം. ചില വെല്ലുവിളികളുണ്ട്, ചില എതിരാളികളുണ്ട്, എതിർക്കുന്ന ചിലരുണ്ട്. എന്നാൽ അത് നിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയില്ല. ആരംഭ ഭാഗത്ത് തന്നെ പൗലോസ് പറയുന്നത്, എഫെസോസിൽ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ പൗലോസ് പറയുകയാണ്, ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ ഇവിടെ പാർക്കാൻ പോകുകയാണ്. എതിർക്കുന്നവരൊക്കെ എതിർക്കട്ടെ, ഞാനിവിടെ പാർക്കാൻ പോകുകയാണ്. എന്നാൽ ഒരു കാര്യം, എനിക്ക് വലിയൊരു വാതിലും തുറന്നിരിക്കുകയാണ്. കർത്താവാകുന്ന യേശു ഈ പുതിയ മാസത്തിൽ, ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിൽ തുറന്നിരിക്കുന്നു. അത് വളരെ സഫലമാകുന്ന വാതിലാണ്. നല്ല റിസൾട്ടുകൾ ഉണ്ടാകുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചു കൊള്ളണം. ഈ വചനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ബൈ ഫെയ്ത്താണ്, വിശ്വാസത്തോടു കൂടിയാണ് ഇത് സ്വീകരിക്കുന്നത്. ബൈ ഫെയ്ത്ത് നിങ്ങളിത് സ്വീകരിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വാതിലിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു വാക്യമുണ്ട്. 3 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ആ താക്കോലിൻ്റെ പ്രത്യേകത അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് വാതിൽ തുറക്കാം. വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആ വാതിൽ പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അതേപോലെയുള്ള ഒരത്ഭുതം കർത്താവ് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യുവാൻ പോകുന്നു. അത് വാതിൽ മാത്രമല്ല, താക്കോലും കർത്താവ് നമ്മുടെ കയ്യിൽ തരികയാണ്. നിങ്ങളുടെ പക്കൽ കർത്താവ് താക്കോൽ തരുന്നു. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. അതാണ് ഏറ്റവും വലിയ വാതിലെന്ന് പറയുന്നത്. അവരവരുടെ ഹൃദയത്തിൻ്റെ വാതിലാണ്. പുറത്ത് പിടിയില്ലാത്ത വാതിലാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ. അകത്തു മാത്രമേ പിടിയുള്ളൂ. അതിനാൽ വേറൊരാൾക്കും പുറത്തുനിന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിനെ തുറക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ തന്നെ സ്വയം തുറക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിനെ ഇപ്പോൾ തുറക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞാൽ മതി. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ഒരു ദൈവ പൈതലാക്കി മാറ്റും.
ആ അത്ഭുതം, കർത്താവിൻ്റെ മകനാകുവാൻ മകളാകുവാൻ ലഭ്യമാകുന്ന ആ അത്ഭുതത്തെ നമുക്ക് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. അങ്ങനെയുള്ളവരുടെ പക്കൽ യേശു താക്കോൽ നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനും കഴിയും. വിരുദ്ധമായി നിൽക്കുന്ന ചിലതിനെ നിങ്ങൾ ബന്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടേണ്ടതിനെ നിങ്ങൾ ഈ താക്കോൽ ഉപയോഗിച്ച് തുറക്കുക. ഈ താക്കോൽ വാതിൽ തുറക്കുവാനുള്ള താക്കോലാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. യേശു ആകുന്നു വാതിൽ. യേശു ഇപ്പോൾ നിങ്ങളിൽ വസിക്കുന്നതിനാൽ ഒരു പ്രതലത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. നിങ്ങൾക്ക് വാതിലാകുവാൻ കഴിയും. യേശു ഉള്ളതിനാൽ, വാതിലാകുന്ന യേശു നിങ്ങളിൽ ഉള്ളതിനാൽ നിങ്ങൾക്ക് വാതിലായിത്തീരുവാൻ കഴിയും. അനേകർക്ക് വേണ്ടി നിങ്ങൾക്ക് വാതിലായിത്തീരുവാൻ കഴിയും. അതൊരു പ്രത്യേക മേഖലയാണ്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. യേശു അവിടുന്ന് വാതിലാകുന്നു. സ്വർഗത്തിൻ്റെ വാതിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വാതിലുകൾക്കും യേശു വാതിലാകുന്നതിനാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, യേശു നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ഒരു പ്രതിസന്ധിയുടെയും മുൻപിൽ പതറേണ്ട കാര്യമില്ല. സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കഴിയും. വാതിലാകുന്നവൻ നിങ്ങളിലുള്ളതിനാൽ. മാത്രവുമല്ല, അവിടുന്ന് താക്കോൽ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അധികാരത്തിൻ്റെ താക്കോൽ. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ആ അധികാരത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ പക്കലാണ്. യേശു അത് ആർക്ക് നൽകിയിരിക്കുകയാണ്? തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. അവിടുന്ന് അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതിനാൽ നമ്മുടെ പക്കൽ ഇപ്പോൾ അധികാരമുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നിങ്ങളുടെ പക്കൽ അധികാരമുള്ളതിനാൽ അധികാരം താക്കോലാകുന്നു. നിങ്ങൾ താക്കോലുള്ളവരാകുന്നു. താക്കോലുള്ളവരാകുന്നു എന്ന് പറയുമ്പോൾ കുറേ കൂടെ കടന്നു പറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ താക്കോലുള്ളവരെന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി നിങ്ങൾ ഓരോരുത്തരും, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും താക്കോലുകളാകുന്നു. കർത്താവ് നിങ്ങളെ താക്കോലുകളാക്കിയിരിക്കുകയാണ്. മുൻപിലുള്ള എല്ലാ വാതിലുകളെയും, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെയും, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി തുറക്കേണ്ട വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വാതിലുകളെ തുറക്കുവാനുള്ള താക്കോലുകൾ താങ്കളാകുന്നു. അഭിഷേകമുള്ള നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ആ വാതിലിന് പിന്നെ അടഞ്ഞു കിടക്കുവാൻ കഴിയില്ല. ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഉണർവിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക പുരോഗതിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. 10,000-കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. അഭിഷേകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നല്ല അവസരങ്ങൾ, നല്ല ബന്ധങ്ങൾ നൽകിത്തരുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. വാ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് ലൂസിലായിരുന്ന സന്ദർഭത്തിൽ തൻ്റെ തലയ്ക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയുണ്ടായി. നിങ്ങൾക്കും വിശ്വസിക്കുവാൻ കഴിയും, ആഗസ്റ്റ് മാസത്തിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തലയ്ക്ക് മുകളിൽ തുറക്കപ്പെടുവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ എന്ത് കാണാൻ കഴിയും? പ്രകൃതിയാതീതമാകുന്ന കാര്യങ്ങൾ കാണുവാൻ കഴിയും. ദൂതന്മാർ കയറുകയും ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. നഥനയേലിനോട് യേശു അതാണ് പറയുന്നത്, നീ ഇതിനേക്കാൾ വലിയത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണുവാൻ പോകുന്നു. സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണ ജീവിതത്തിലേക്ക്, പ്രകൃതിയുടെ തലത്തിലുള്ള ജീവിതത്തിൽ നിന്ന് പ്രകൃതിയാതീത തലത്തിലേക്ക്, നാച്ചുറലിൻ്റെ കൂടെ സൂപ്പർ ഒന്നുകൂടെ ചേർക്കുകയാണ്. അത് സൂപ്പർ നാച്ചുറലായി തീരാൻ പോകുകയാണ്. പ്രകൃതിയുടെ കൂടെ അതീതം എന്നുകൂടെ ചേർക്കാൻ പോകുന്നു. പ്രകൃതിയെ അതിജീവിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. സ്വർഗത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് കയറുകയും മടങ്ങി വരികയും ചെയ്യുവാൻ കഴിയും. ഉണർവിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഉണർവിലേക്ക് കയറുവാൻ കഴിയും. ആരും നിങ്ങളെ തടയുകയില്ല. അഭിഷേകത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അഭിഷേകത്തിൻ്റെ പ്രതലത്തിലേക്ക്
നിങ്ങൾക്ക് കയറി പോകുവാൻ കഴിയും. പ്രവചനത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അധരത്തിലൂടെ പ്രവചനങ്ങൾ പുറപ്പെടുവാൻ പോകുന്നു. പ്രവചനത്തിൻ്റെ പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിക്കും. ഇവിടെ വാതിൽ തുറന്നു കിടക്കുന്നു. താക്കോലിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടും പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഓർക്കുക, ഇവിടെയാണ് വെല്ലുവിളികൾ സംഭവിക്കുന്നത്. ഇന്നുവരെയും പലരും പിശാചിനെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. പിശാച് എനിക്കെതിരെ വരുന്നു, പിശാച് എനിക്കെതിരെ ഉപദ്രവങ്ങളുമായിട്ട് വരുന്നു, ഇങ്ങനെയുള്ള ഭയത്തിലാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. എന്നാൽ ഒരു ദൈവവൈതലിന് മനസ്സിലാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ താക്കോലാകുന്നു, പിശാചിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പിശാചിനെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഉയർന്ന പ്രതലത്തിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി പിശാചിനൊരു ഭീഷണിയായി തീരുകയാണ്. പിശാച് ആ വ്യക്തിയെ ഭയപ്പെടും. പിശാച് ആ വ്യക്തിയെ ഭയപ്പെടുമ്പോൾ അപ്പോഴാണ് പിശാച് വെല്ലുവിളികൾ കൊണ്ടുവരുവാൻ, തടസ്സങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അങ്ങനെയുള്ള തടസ്സങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്, ആ തടസ്സങ്ങളെ അതിജീവിക്കണം. തടസ്സങ്ങൾ വന്നു എന്നതല്ല, ആ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് അഥേനയിൽ എത്തിയതിന് ശേഷമായിട്ട് അവിടുന്ന് കൊരിന്തിലെത്തിയിട്ടാണ് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത്. എന്നാൽ അവിടെ നിന്ന് മടങ്ങി തെസ്സലോനിക്കയിലേക്ക് പോകണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ടായിരുന്നു. 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. കണ്ടോ, അവിടെ പോകുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. കണ്ടോ, വെല്ലുവിളികൾ സാത്താൻ കൊണ്ടുവരുന്നത്, ശുശ്രൂഷയിൽ വെല്ലുവിളികൾ കൊണ്ടുവരുന്നത്, തടസ്സങ്ങൾ കൊണ്ടുവരുന്നത് പൗലോസിനെ പിശാച് തടയുകയാണ്. 2 പ്രാവശ്യം പൗലോസ് തെസ്സലോനിക്കയിൽ പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അവിടെ പൗലോസിനെ തടയുവാൻ പിശാച് തടസ്സങ്ങൾ കൊണ്ടുവരുന്നു. തടസ്സങ്ങൾ വരുമ്പോൾ പിന്മാറരുത്. ഇത് ഞാൻ 32 വർഷം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്. പലവട്ടം തടസ്സങ്ങൾ വന്നപ്പോൾ വേണ്ട, ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ച് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ആവർത്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ദൈവരാജ്യത്തിലെ തത്വം എനിക്ക് മനസ്സിലായത്. തടസ്സങ്ങൾ വരുമ്പോൾ പുറകോട്ട് പോകരുത്. ദൈവഹിതപ്രകാരം നീ ഇറങ്ങി പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ വരും. എൻ്റെ ആരംഭത്തിലെ സംശയം എന്ന് പറയുന്നത്, ഞാൻ ദൈവഹിതത്തിലാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ തടസ്സങ്ങൾ വരുന്നു? പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, മിഷണറി യാത്ര നടത്തുന്ന പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ആസിയയിൽ ദൈവവചനം പ്രസംഗിക്കരുത്, മാസിഡോണിയയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ യൂറോപ്പിൻ്റെ വാതിൽ തുറന്നു. യൂറോപ്പിൻ്റെ വാതിൽ തുറന്നതിനാൽ മാസിഡോണിയയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. പൗലോസിന് ചിന്തിക്കാൻ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ തടസ്സം? പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ജയിലിലായിരിക്കുന്നത്? ദൈവഹിതപ്രകാരം അയക്കപ്പെടുന്ന ഒരു വ്യക്തിക്കും വളരെ വ്യക്തമാകുന്നു, പൗലോസിനെ കർത്താവ് തന്നെയാണ് ആസിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് അയച്ചത്. കർത്താവ് അയച്ചിട്ടും അവിടെ എന്ത് സംഭവിച്ചു? തടസ്സങ്ങളുണ്ടായി, വെല്ലുവിളികളുണ്ടായി, പ്രതികൂലങ്ങളുണ്ടായി. ദൈവഹിതപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാൽ ആ വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ ഒരിക്കലും പുറകോട്ടു പോകരുത്. ബിൽ വിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, അപ്പോസ്റ്റൽ ബിൽ വിൻസ്റ്റൺ. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുന്നമേ തൻ്റെ ചർച്ചിൽ വലിയൊരു വളർച്ചയുണ്ടായി, ചർച്ച് ഗ്രോത്ത് ഉണ്ടായ സന്ദർഭത്തിൽ അവർക്ക് പുതിയൊരു സ്ഥലം ആവശ്യമാണ്. അങ്ങനെ അവരൊരു മോള് വാങ്ങുകയുണ്ടായി, ഒരു വലിയ ഹ്യൂജ് മോൾ വാങ്ങി അത് റിനോവേറ്റ് ചെയ്ത് ചർച്ചാക്കി അങ്ങോട്ട് മാറുവാൻ വേണ്ടി അവർ ആരംഭിച്ചു, അതിൻ്റെ കാര്യങ്ങൾക്ക് ആരംഭിച്ചു. അങ്ങനെ മോൾ വാങ്ങി ഒരു ചർച്ചാക്കി അതിനെ മാറ്റിയെടുത്ത് അങ്ങനെ അതെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ആ കൗൺസിൽ, അതിൻ്റെ അതോറിറ്റീസ്, നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ പോലെയുള്ള അതോറിറ്റീസ് അറിഞ്ഞു ഇവരിത് മോള് ചർച്ചാക്കുന്നു എന്ന്. പെട്ടെന്ന് അവരൊരു നിയമം പാസ്സാക്കാൻ തീരുമാനിച്ചു. മോളുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ചർച്ചുകൾ ആരംഭിക്കാൻ കഴിയത്തില്ല എന്നൊരു നിയമം അവർ പാസ്സാക്കാൻ ആ നിയമമെല്ലാം റെഡിയാക്കി. അതിനെക്കുറിച്ച് പാസ്റ്റർ അറിഞ്ഞു, വിശ്വാസികൾ അറിഞ്ഞു, ചർച്ച് ലീഡേഴ്സ് അറിഞ്ഞു. എന്തു ചെയ്യും? പാസ്റ്റർ പോൾ തൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ വിളിച്ചു. അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു, ഡിസ്കഷൻസ് നടത്തി. അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു ആ ബോർഡിനകത്ത്. അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി നമ്മളൊരു കേസിന് പോവുകയാണെങ്കിൽ തന്നെ 10 years എങ്കിലും അതെടുക്കും, അല്ലെങ്കിൽ ഒരു 5 years എങ്കിലും എടുക്കും ആ കേസിനൊരു
ഡിസിഷൻ ഉണ്ടാകുവാൻ വേണ്ടി. അപ്പോൾ ഇതൊന്നും സാധ്യമല്ല. അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അഡ്വൈസസ് തരാൻ കഴിയുന്നില്ല എന്ന് അപ്പോസ്റ്റൽ ബെൽ വിൻസ്റ്റന് മനസ്സിലായ സന്ദർഭത്തിൽ തൻ്റെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ജ്ഞാനം നൽകിത്തരും. പെട്ടെന്ന് ആ മീറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി നേരത്തെ കിടന്നുറങ്ങി. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിസ്ഡം കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വിസ്ഡം കൊടുത്തത്: നീ കൗൺസിലിൻ്റെ മേയറെ പോയി കാണുക, സിറ്റി മേയറെ നീ പോയി കാണുക, നേരിട്ട് പോയി കാണുക. സിറ്റി മേയറുടെ അരികിൽ പോയിട്ട് റോമാലേഖനം 13-ാമത്തെ അധ്യായം വായിക്കുക. 13-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അധികാരികൾക്ക് കീഴടങ്ങുന്നതിനെക്കുറിച്ചുള്ള അധ്യായമാണ്. അത് പോയി വായിക്കുക. പരിശുദ്ധാത്മാവ് കൊടുത്ത ആ ജ്ഞാനം സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയാണോ? മേയറുടെ മുൻപിൽ പോയി റോമാലേഖനം 13 വായിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? എന്നാൽ ഈ ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ദീർഘനാളുകൾ സഞ്ചരിച്ച ആ ദൈവദാസന് മനസ്സിലായി ഇതാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് പറയുന്നത് അതുപോലെ ചെയ്യുക. അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അന്യഭാഷ മിസ്റ്ററീസ് ആകുന്നുവല്ലോ. ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണല്ലോ. ആ ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് തനിക്ക് പ്രോബ്ലം സോൾവിങ് വിസ്ഡം കൊടുത്തത്, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള വിസ്ഡം കൊടുത്തത്. അന്ന് പ്രഭാതത്തിൽ തന്നെ അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. അങ്ങനെ മേയറുടെ മുറിയിൽ ചെന്നു. റോമാലേഖനം 13-ാമത്തെ അധ്യായം തുറന്നിട്ട് വായിക്കുവാൻ തുടങ്ങി. മേയറോട് പറഞ്ഞു, എനിക്ക് റോമാലേഖനം 13 വായിക്കണം. എഴുന്നേറ്റ് നിന്നിട്ട് ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്ന് ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി. 13-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ മേയർ ചാടി എഴുന്നേറ്റു. റെവറൻറ്റ്, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ആ മോളിൽ ചർച്ച ആരംഭിക്കണം, അതല്ലേ? ഞാനൊരു വിസ്ഡം പറഞ്ഞു തരാം. നിയമം നടപ്പിലാകുവാൻ പോകുന്നതിന് ഇനി 1-2 ദിവസം എടുക്കും. നിങ്ങൾക്ക് ഇന്ന് തന്നെ ആ മോളിൽ ചർച്ച ആരംഭിക്കാമെങ്കിൽ നിയമം വരുന്നതിന് മുന്നമേ നിങ്ങളുടെ ചർച്ച അവിടെ തുടങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അവിടെ തുടരുവാൻ കഴിയും. ആരും നിങ്ങളെ തടയുകയില്ല. അന്ന് തന്നെ ചർച്ച് അവിടെ ആരംഭിക്കുകയുണ്ടായി. ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞു. നോക്കുക, നിങ്ങളുടെ മുൻപിൽ ഒരു വെല്ലുവിളി വരികയാണെങ്കിൽ ആ വെല്ലുവിളി വന്നതുകൊണ്ട് ഒരിക്കലും പിന്മാറരുത്. അവിടെ ആ വെല്ലുവിളിയെ കീഴ്പ്പെടുത്തുവാനുള്ള എല്ലാ അധികാരവും കർത്താവ് നൽകിയിരിക്കുകയാണ്. വാതിലിൻ്റെ അരികിൽ എത്തിച്ചേരുമ്പോൾ വെല്ലുവിളികൾ വരുവാൻ സാധ്യതയുണ്ട്. ആ വെല്ലുവിളികൾ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളാകുന്നു താക്കോൽ. വേണമെങ്കിൽ ആ താക്കോൽ നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി, നമുക്ക് താക്കോൽ ഉപയോഗിക്കുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? വാ തുറന്ന് സംസാരിക്കണം. അധരത്തിലൂടെ പുറപ്പെടുവിക്കുന്ന വചനമാണ് നമ്മുടെ താക്കോൽ എന്ന് പറയുന്നത്. ആ അടഞ്ഞ വാതിലിനെ നോക്കി നിങ്ങൾ വിളിച്ചു പറയണം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാ, ഗ്ലോറി ടു ജീസസ്. നിങ്ങൾ വചനമേറ്റു പറയുകയാണ് എങ്കിൽ ആ വാതിൽ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുകയില്ല. ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുന്നു. ആഗസ്റ്റ് മാസത്തിലെ ഈ അത്ഭുതങ്ങൾ സ്വീകരിക്കുക. വാതിൽ, താക്കോൽ, വെല്ലുവിളികൾ. വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലർ ഉണ്ട്. എന്തൊക്കെ എതിർപ്പ് വന്നു കഴിഞ്ഞാലും, ആരൊക്കെ എതിരാളികളായി എഴുന്നേറ്റാലും, ഈ പ്രത്യേക സീസണിൽ നിങ്ങൾ പുരോഗതി പ്രാപിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലുകൾ അത് തുറന്നു തന്നെ കിടക്കും. മാത്രമല്ല, നിങ്ങൾ അനേകർക്ക് വാതിലായി തീരും. നിങ്ങൾ അനേകർക്ക് താക്കോലായി തീരും. അനേകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അനേകരെ വിടുതലിലേക്ക് നയിക്കുന്ന, അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്ന, അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഒരത്ഭുത താക്കോലാക്കി ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഓഗസ്റ്റ് മാസം അത്ഭുതകരമായി തീരുവാൻ പോകുന്നു. വാതിൽ, താക്കോൽ, വെല്ലുവിളികൾ, എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്ന അത്ഭുത അധികാരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ പ്രകടമാകുന്നതിനാൽ, ഇവരിലൂടെ വലിയ ദൈവശക്തി പ്രകടമാകുന്നതിനാൽ കർത്താവേ, ഇപ്പോൾ തന്നെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെയും സ്പർശിക്കണം, ഓരോരുത്തരെയും വിടുവിക്കണം. ഈ ശബ്ദം കേൾക്കുന്നവരിൽ ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടി സൗഖ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടട്ടെ. യഹോവ റാഫ, യഹോവ റാഫ, താക്കോൽ അവരുടെ അധരത്തിലുണ്ട്.
വചനം ഏറ്റുപറയുന്നതിലൂടെ അവർക്ക് ആ രോഗത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അവരുടെ ആത്മാവിനെയും അവരുടെ ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അന്യഭാഷയിലൂടെ അവർക്ക് ആ രോഗത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കിഡ്നികൾ സൗഖ്യമാകട്ടെ, കേടുവന്ന അവയവങ്ങൾ സൗഖ്യമാകട്ടെ. എലേമാസിക റെനസി അനസാഫാര നാറസീന ലേഫറ്റല്ല റസീന റസീന അനസീരി. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ കൊണ്ട് അനേകരുടെ പുരോഗതി തടയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ആ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്ത് കത്തിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസീഫിറ്റിൽ ലറമാസീഫിൻ എലേറേക്കാസീനിൽ യാത്തറ നോ റോഫീനി നോ റോഫീനി അലേഹാസി ആൽക്കര. ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ, കൊളസ്ട്രോൾ ലെവൽ നോർമലായി തീരട്ടെ, ഡയബറ്റീസ് യേശുവിൻ നാമത്തിൽ ശരീരം വിട്ടുപോകട്ടെ. രോഗം മൂലം നിരാശ വന്നവർ ഉള്ളിൽ നിന്ന് നിരാശ മാറിപ്പോയി അത്ഭുത വിശ്വാസം അവരിൽ അങ്കുരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന സകല ശാരീരിക രോഗങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു. രോഗമില്ലാതെ ഞാൻ ജീവിക്കുവാൻ പോകുന്നു. കാരണം എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്നുള്ള ആഴമേറിയ വെളിപ്പാടിലേക്ക് ഈ പ്രിയപ്പെട്ടവർ വരട്ടെ എന്ന് യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. കർത്താവാകുന്ന യേശുവേ, അങ്ങുമായി ബന്ധമില്ലാത്തവരുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിനെ അവർ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കട്ടെ. വഴികൾ അടഞ്ഞവർക്ക് വേണ്ടി കർത്താവെ വഴികളെ തുറന്ന് ആമേൻ ഈ നല്ല പ്രഭാതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തികമാകുന്ന കടബാധ്യതകൾ 10 ലക്ഷം കടം, 5 ലക്ഷം കടം, 1 കോടി കടം, ഈ കടബാധ്യതകളെല്ലാം വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ കടം കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അവരുടെ പക്കൽ സാമ്പത്തികം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആമേൻ സാമ്പത്തികമാകുന്ന ചതിവുകളിൽ നിന്നും ഈ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമേ. കടബാധ്യതകളിൽ ചെന്ന് വീഴുവാനോ കുടുങ്ങുവാനോ അനുവദിക്കാതെ ഈ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ അങ്ങവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഉണർവിൻ്റെ ഭാഗമാക്കണമേ, അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. മഹാത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. വിശേഷിച്ചും ഈ എപ്പിസോഡ്, ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അവർ കൂടെ കണ്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. അതോടൊന്നിച്ച് തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. ഹോളി സ്പിരിറ്റ് റിവൈവൽ അയർലൻഡിൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിനിലെ ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ നടക്കുന്നു. ഓഗസ്റ്റ് മാസം 2, 3, 4 ദിവസങ്ങളിൽ കർത്താവിൽ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ ഉണർവ് ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. മാത്രവുമല്ല, റിവൈവലിനെ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിൻ അയർലൻഡ് ഓഗസ്റ്റ് മാസം 2, 3, 4 കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.